നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയയുടെ വധം വലിയ രീതിയിലുള്ള ഒരു വഴിത്തിരിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യുദ്ധ സാഹചര്യങ്ങൾ മാറുകയാണ്. ഇറാൻ എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കാം എന്ന തരത്തിലാണ് കാര്യങ്ങളായിരിക്കുന്നത്. ടെഹ്റാനിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. അതിർത്തിയിൽ നടക്കുന്ന ഏറ്റുമുട്ടലുകൾ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള പൂർണ്ണ തോതിലുള്ള സംഘട്ടനത്തിലേക്ക് വഴിമാറുമെന്ന ആശങ്കകൾ ഇപ്പോൾ ശക്തമാണ്. ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് തുടക്കമിട്ട ഫലസ്തീൻ സഖ്യകക്ഷിയായ ഹമാസ് ഇസ്രായേലിനെതിരെ ഒക്ടോബർ 7-ന് ആക്രമണം തുടങ്ങിയത് മുതൽ സൈനിക സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ളയും ഇസ്രായേൽ സേനയും തമ്മിൽ ദിവസേന എന്നോണം ഏറ്റുമുട്ടലുകളുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ എല്ലാ അവകാശവാദങ്ങളും പൊളിക്കുന്നതായിരുന്നു ഒക്ടോബർ 7-ലെ അൽ-അക്സ ഓപ്പറേഷൻ. മനുഷ്യാവകാശങ്ങളുടെ കാവലാളുകളെന്ന് സ്വയം കരുതുന്ന പാശ്ചാത്യ രാഷ്ട്രങ്ങൾ ഇസ്രായേലിന്റെ വംശഹത്യയെക്കുറിച്ച് മൗനം പാലിക്കുകയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങളൊക്കെ ശക്തമാണ്. അതിനിടയിൽ പുറത്തുവരുന്ന മറ്റൊരു വിവരം കൂടി നമുക്ക് നോക്കാം. എപ്പോൾ വേണമെങ്കിലും പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധ സാഹചര്യം പൊട്ടിപ്പുറപ്പെടാമെന്ന അവസ്ഥയിലാണ്. IDF-ന് നിർണായകമായ നിർദ്ദേശമൊക്കെ വന്നിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം. ഇറാനിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും തിരിച്ചടി ഉണ്ടാകാമെന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ അധികൃതർ നൽകിയ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ ആക്രമണം തുടങ്ങുമെന്നായിരുന്നു. എന്തായാലും എന്തിനും ഏതിനും റെഡിയായിരിക്കണം എന്ന ഒരു നിർദ്ദേശം ഇപ്പോൾ IDF-ന് ലഭിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യ അശാന്തമാണ്, ഏവരും ഉറ്റുനോക്കുകയാണ്. അതേസമയം ഇസ്രായേൽ സ്വന്തം ശവക്കുഴി തോണ്ടുകയാണെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മേധാവി ജനറൽ ഹുസൈൻ സലാമി പറഞ്ഞു. ചെയ്ത തെറ്റിന്റെ ഫലം എന്താണെന്ന് ഇസ്രായേൽ അറിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എപ്പോൾ, എവിടെ, എങ്ങനെയാണ് മറുപടി നൽകുന്നതെന്ന് ഉടൻ കാണാമെന്നും ഇറാൻ വ്യക്തമാക്കി. റഷ്യയുടെ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി സെർജി ഷോയ്കു തെഹ്റാനിലെത്തി. മാത്രമല്ല, അദ്ദേഹം തെഹ്റാനിലെത്തുകയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഷോയ്ഹു കഴിഞ്ഞ മെയ് വരെ റഷ്യൻ പ്രതിരോധ മന്ത്രിയായിരുന്നു. മേഖലയിൽ സംഘർഷം ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഭാവിയെ കരുതി വരും കാലത്തിലെ ചില കാര്യങ്ങൾ തടയുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇസ്രായേലിനെ ശിക്ഷിക്കുന്നതെന്നും അത് അനിവാര്യമാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി പ്രതികരിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായിരുന്നു ഇസ്മായിൽ ഹനിയയുടെ വധം. ദേശീയ സുരക്ഷയും പരമാധികാരവും പ്രതിരോധിക്കാൻ ഇറാന് അവകാശമുണ്ടെന്നും അത് പാടില്ലെന്ന് പറയാൻ ആർക്കും അവകാശമില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യമൊക്കെ ശക്തമാവുകയാണ്. US-ന്റെ നേതൃത്വത്തിൽ G7 രാജ്യങ്ങൾ ഓൺലൈനായി യോഗം ചേർന്നു. US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK എന്നീ രാജ്യങ്ങളായിരുന്നു ഈ കൂട്ടായ്മയിൽ ഉൾപ്പെടുന്നത്. ഇറാനെ പിന്തിരിപ്പിക്കാൻ വിവിധ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമം നടത്തുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വിജയം കാണുമോ ഇല്ലയോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സമവായങ്ങളിലൊന്നും ഒതുങ്ങാതെ ഇറാൻ ശക്തമായ തിരിച്ചടി നൽകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ജോർദാനിലെ അബ്ദുള്ള രാജാവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. 20 വർഷത്തിനു ശേഷം ജോർദാൻ വിദേശകാര്യ മന്ത്രി ഇറാൻ സന്ദർശിക്കുന്ന സാഹചര്യമുണ്ടായി. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പാശ്ചാത്യ സുഹൃത്ത് രാജ്യങ്ങളോടും പിന്തുണയും സഹായവും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതു നിമിഷവും ഇറാന്റെ തിരിച്ചടി ഭയന്നിരിക്കുകയാണ് ഇസ്രായേൽ ജനത. എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിൽ ആശങ്ക ശക്തമാവുകയാണ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.